ഇന്ന് നമ്മൾ തട്ടുകട രുചിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു കായ ബജിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇത് നല്ല ടേസ്റ്റിയാണ്. കഴിക്കാനായിട്ട് ചായ തിളയ്ക്കുന്ന സമയം മാത്രം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബജി റെഡിയാക്കി എടുക്കാനായിട്ട് 3 പച്ചവാഴക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 2 സൈഡും ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം നമ്മളൊരു പീലർ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ 3 വാഴക്കയുടെയും തൊലി നന്നായിട്ട് കളഞ്ഞെടുത്തതിന് ശേഷം ഇത് നല്ല തിന്നായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഏറ്റവും തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താലാണ് നല്ല ടേസ്റ്റിൽ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 2 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് അളവിൽ അരിപ്പൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അതൊരു 3 ടീസ്പൂണാണ് ചേർക്കുന്നത്. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കായ ബജിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കായം ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമ്മൾ 1.5 കപ്പ് വെള്ളം ആദ്യം ചേർത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പും കൂടെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കിയപ്പോൾ വെള്ളം കുറച്ചുകൂടി ഒന്ന് കുറവായതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 1.5 കപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. പിന്നെ വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. ഇത് അവസാനമായിട്ട് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം മിക്സ് ചെയ്യേണ്ട. ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കായ ബജി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തവി ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ കമഴ്ത്തി നോക്കിയാൽ സ്റ്റീൽ ഭാഗം കാണാത്തൊരു രീതിയിൽ നമുക്ക് കിട്ടണം. ഇതുപോലെ കിട്ടിയാൽ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി നമ്മുടെ കായ ബജി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് സിമ്പിളാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ബാറ്ററിൽ മുക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കായ ബജിയുടെ പീസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ബാച്ചിൽ 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പരന്ന് പാൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാടെണ്ണം നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ബജി മാവിൽ മുക്കി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്കൊരു ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചുവിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.